ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ജിലുവിൻ്റെ മാറിയും തിരിഞ്ഞും വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ വ്ളോഗിൽ ഇടാൻ പറ്റില്ല. ആൻഡ് ഇന്നലെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് നല്ല ഫുട്ടേജ്, ഞാൻ അതൊന്നും വാങ്ങാൻ മറന്നുപോയി. അപ്പം ഞാൻ കരുതി നിങ്ങൾ അൺസീൻ ആയിട്ട് എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. എന്റെ ക്യാമറയിൽ ക്ലിയർ ഇല്ല, നിന്റെ ക്യാമറയിൽ ഇത്ര ക്ലിയർ? എന്റെ അപ്ഡേറ്റഡ് വൺ. എന്നാലും നിന്നെ കാട്ടി പുതിയ ഫോണല്ലേ എന്റേത്? അതല്ല, ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ഇറ്റ് അല്ലേ ഗൈസ്, നന്നായി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക ഫോൺ. അപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ജിലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അൺസീൻ ഫുട്ടേജ് ആണ്. സോ ജിലുവിൻ്റെ ബർത്ത്ഡേ ജൂലൈ 10 ആയിരുന്നു. അപ്പം ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ബൈ ദ വേ അതിൽ ഡെക്കറേഷൻ ഫുള്ള് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അപ്പം ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഉള്ള ഒരുക്കങ്ങളൊക്കെ ഒരുവിധം റെഡി ആക്കാൻ രാവിലെ തൊട്ട് വന്ന ഞങ്ങൾ കുറേ പേരുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക്സിൻ്റെ അടുത്ത് ജില്ലുവിൻ്റെ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ആണ്. ഇറ്റ്സ് ജില്ലു പാർട്ടി എന്നൊക്കെ എഴുതിയിട്ട് നമ്മളൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടേബിളിൽ, ഇവിടെ ഒരു ടേബിളുണ്ടല്ലേ, ഈ ടേബിളിൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് വരും. അത് കണക്ക് തന്നെ അതുപോലെ തന്നെ അകത്തുണ്ടോ നമ്മൾ 2 ടേബിൾ അടുപ്പിച്ചിട്ടിട്ടാണ് ടേബിൾ കവറും ചെയറും കവറും ഇട്ട് അതിനെ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. 8 ടേബിളിൽ 10 ചെയർ വെച്ചിട്ടുണ്ട്. ഒരു 80 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് പേര് നിൽക്കട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ നമുക്ക് അവിടെ ബാക്ക് ഡ്രോപ്പും കാര്യങ്ങളും അവിടെ രാജ്മോളുടെ ഐഡിയ ആണിത് മൊത്തം. അത് നടുക്കൊരു പച്ച കളറിലെ സാധനം വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ നിയോൺ ലൈറ്റും പിന്നെ 2 6 തെർമോക്കോളിലാണ്. അത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചിട്ട് അവൾ മറ്റേത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീട്ടിയിട്ട് ആ കളർ പെയിൻറ്റൊക്കെ അടിച്ച് ഇത് ഫുള്ള് പെയിൻറ്റ് അടിക്കുകയാണ്. പിന്നെ പ്ലിന്ത് നമ്മുടെ പഴയ ഡെക്കോറ ഇവൻറ്റ്സിൻ്റെ സാധനം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ബ്രാംപ്ടണിൽ നിന്ന് നമ്മൾ ഡിജുവും മധുരം കൊണ്ടുവന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ബലൂണൊക്കെ ഇട്ടുന്നുണ്ട്. പിന്നെ ഒരു ഹൈലൈറ്റ്, ഇത് ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക ഫ്ലെമിംഗോ തീമാണ് പാർട്ടി. അപ്പോൾ തന്നെ 2 ഫ്ലെമിംഗോ ഇരിക്കുന്നുണ്ട്. ജില്ലിന് അതാണെങ്കിൽ വലിച്ച് പിടിച്ചാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കൊരു കൊടുത്തിട്ടില്ല. പരിപാടി തീരുമ്പോൾ അത് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഓരോ ടേബിളിലും നമ്മൾ സെൻറ്റർ പീസായിട്ട് ഒരു ഫ്ലെമിംഗോ വെച്ചിട്ടുണ്ട്. ഫ്ലെമിംഗോ എല്ലാം രാജ്മോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാ ടേബിളിലേക്കും ഫ്ലെമിംഗോ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ജില്ലു എന്തിപ്പം കുഞ്ഞിന് ജില്ലുവിന് ഉറക്കം വരുന്നു. വീഡിയോ എടുത്തിരുന്നപ്പോഴത്തേനും വീഡിയോ എടുത്ത് നിന്നപ്പോഴത്തേന് ആൾ ഉറങ്ങി തൂങ്ങിയിട്ടത് ഉറക്കമായി. ഇപ്പം സംസാരിച്ച് ചെറുതായിട്ടൊന്ന് ഞെട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്കി ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ആളൊരുവിധം സെറ്റായി. ഞങ്ങൾ ഓൾറെഡി 3 മണിയായി. ഇനി 5 മണിക്ക് വേണം നമുക്ക് പുറത്തു പോകാൻ. വേണ്ട നമ്മുടെ ലൈറ്റ് സൗണ്ട് എല്ലാം നമ്മുടെ ജിതിനാണ്. അതാണൊക്കെ തന്നെ നമുക്കിവിടെ ഒരു കിച്ചൺ 2 വഴി കൂടെ പോകാം. കിച്ചണിൽ നമ്മുടെ ആസ്ഥാന കുക്ക് ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. വേണ്ട കുക്കിങ് ചിക്കൻ പൊരിക്കല്ലേ? അല്ല ചിക്കൻ പൊരിക്കല്ല. ഉപ്പ് പറഞ്ഞിട്ടുണ്ട്. ഉപ്പിനകത്തിടണോ? ഉപ്പില്ലേ? അത് ഓണാക്കാൻ പറ്റുമായിരിക്കും. എവിടെയെങ്കിലും കാണും സ്വിച്ച്. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ട്. ഇന്നലത്തെ ബാക്കി വേറെ ഒന്നുമല്ല, ചിക്കൻ കാര്യം ഫുഡെല്ലാം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിക്കൻ ഫ്രൈയും BDFും അങ്ങനെ സാധനമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കും. പിന്നെ ഇത് നമ്മുടെ ബാർ കൗണ്ടറാണ്. ഇവിടെ നിന്നായിരിക്കും ബാർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ പുറത്തുനിന്ന് വന്ന് നിൽക്കുന്നത് കുടിക്കാം. ഓൾറെഡി നമ്മൾ കുറച്ച് ബിയറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കള്ള് ഇവിടെ ഇപ്രാവശ്യം LCB അടവായത് കാരണം US നിന്ന് അവിടെ നിന്നൊക്കെ കുറച്ച് സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ആഘോഷിക്കാനുള്ള പരിപാടിയാണ്. അത് കുഴപ്പമില്ല, അങ്ങനെ ഇടുന്നത് നല്ല രസമാണ്, കാണാൻ അടിപൊളിയാ. അവിടെ നിർത്തിക്കേ, നിലത്ത് നിർത്തിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പൊക്കിയാ മതി. നമുക്ക് മേക്കപ്പ് ചെയ്താലോ? ജീലും 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 നീ കൊണ്ടുവരാ. എന്റെ അടുത്ത് വന്ന് 2 വാക്ക് പറയണമെന്നുണ്ട് പറഞ്ഞേട്ടോ അല്ലേ? അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം ഈ ദിവസം വളരെ സന്തോഷകരമാണ് അല്ലേ? എന്നാൽ ഇന്ന് ദൈവം നൽകിയ അനുഗ്രഹം, ഒരു ദമ്പതികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? മക്കളാണ്, കുട്ടിയാണ് അല്ലേ? 1 വർഷം കർത്താവ് നൽകിയ വലിയ
ഒരു വർഷം തികഞ്ഞ ആഘോഷമാണ് അല്ലേ? Happy birthday to you. പരിപാടി എല്ലാം കഴിഞ്ഞു. അതെ ഇത്രയും ആൾക്കാർ പരിപാടി തീർന്നിട്ടും നമ്മുടെ കൂടെ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെല്ലാം ഉണ്ടോ. ഇനി ഇതിവിടെ നമ്മുടെ ഈ ഹോളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഹോള് തന്നാൽ ആ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയായി കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര പേരാന്ന് നോക്കിയാൽ നമുക്ക് വേണ്ടി ക്ലീൻ ചെയ്യാനും എല്ലാ ടേബിളും എല്ലാം നേരത്തെ നമ്മൾ എങ്ങനെ രാവിലെ ഇവിടെ വന്നോ അതിനൊക്കെ ആ രീതിയിൽ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തൂക്കാനും തുടക്കാനും എല്ലാം എത്ര കുറേ പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ പരിപാടിക്ക് എല്ലാം അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ പരിപാടി ഭയങ്കര ഗംഭീരമായിട്ട് പരിപാടിയുടെ എല്ലാ വീഡിയോ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കും അറിയത്തില്ല. ഇനി എഡിറ്റ് ചെയ്യാൻ നേരം നമുക്ക് അറിയത്തുള്ളത് എല്ലാം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും പരിപാടി ഭയങ്കര ഗംഭീര പരിപാടിയായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർ ഇവർ ഡാൻസ് കളിച്ച പിള്ളേരാണ് നിൽക്കുന്നത്. അടിപൊളി ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ അവരുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇനിയിപ്പം ഫുഡ് ഈ സെക്ഷൻ ഫുള്ള് ഫുഡായിരുന്നു. ഫുഡ് ഒരു ഇച്ചിരി പോലും അധികം വന്നില്ല, കംപ്ലീറ്റ് തീർന്നു. ഇനി കുറച്ച് ഫ്രൂട്ട് സലാഡ് മാത്രമാണ് അധികം വന്നേക്കുന്നത്. ബാക്കിയെല്ലാം ഫുഡ് ഇനി കുറച്ച് ഏതൊരു കറി അധികം വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇനി ഒതുക്കി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളോട് ഇറങ്ങാനായിട്ട്. ഗൈസ് കംപ്ലീറ്റ് ജിലുവിൻ്റെ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റായി. വേണ്ട നമ്മൾ രാവിലെ ഈ ഹാളിൽ എങ്ങനെ വന്ന ആ ഹാൾ അതാണൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ ഇവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. നമ്മൾ ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ നേരത്തെ കണ്ടില്ല എന്നൊക്കെ എല്ലാം ഒഴിവാക്കി ഇപ്പം എല്ലാം ക്ലീൻ ചെയ്ത് ഇനിയിപ്പം ഫ്ലോർ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോറും വൃത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. കാര്യം ഇപ്പോൾ ഫ്ലോർ വൃത്തിയാക്കാൻ ഒടുക്കത്തെ പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ തെർമോകോളിൻ്റെ സാധനങ്ങൾ കുറേ ഉള്ളത് കാരണം ഒടുക്കത്തെ സീനാണ്. പക്ഷെ അതിങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെളിയിൽ കൊണ്ട് കളയാണ്. അപ്പോൾ എന്തായാലും പരിപാടി ഗംഭീരമായിരുന്നു, ഉഷാറായിരുന്നു. വന്നവരെല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു. ഇനിയിപ്പം
ഇത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞത്. വണ്ടികളെല്ലാം സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് എത്തുകയാണ്. ജില്ലു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ വാസ് ഓസം. പക്ഷേ എന്താ അല്ലേ, ഓക്കെ അല്ലേ? എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ക്ഷീണത്തിലാണ്. ഇപ്പോൾ രാത്രി ഏകദേശം 2 മണിയാകാറായി. ഇനി വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക. അതിന് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഫുഡിൻ്റെ പാത്രങ്ങളെല്ലാം കൊണ്ട് കൊടുക്കും. അതോടുകൂടി ഈ പരിപാടി വൈൻഡപ്പാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോയായിട്ട് വരുന്നതായിരിക്കും. അല്ലേ ബേബി? ഞങ്ങൾക്ക് വയ്യ, നല്ല എന്റെ ബാലഗോപാലനെ എണ്ണ ദീപിക്കുമ്പോ പാടടി. വെള്ളം കോരിക്കൊളുപ്പിച്ച് കിന്നരിച്ചു മരിച്ചയ്യ. എന്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി.